ആലപ്പുഴ മാവേലിക്കരയിൽ അമ്മയെ മകൻ മർദ്ദിച്ച് കൊലപ്പെടുത്തിയതിന് നെട്ടലിലാണ് പുതുച്ചേരിയിലെ പ്രദേശവാസികൾ. കല്ലുമല പുതുച്ചിറ സ്വദേശിയും മാവേലിക്കര നഗരസഭ മുൻ CPI കൗൺസിലറുമായ കനകമ്മ സോമരാജനാണ് ഇന്നലെ കൊല്ലപ്പെട്ടത്. മകൻ കൃഷ്ണദാസിന്റെ ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അമ്മയെന്ന് ആരോപിച്ച് ഇരുവരും തമ്മിൽ വഴക്ക് പതിവായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. പക്ഷേ കൊലപാതകനെ സംബന്ധിച്ച് ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. പ്രതി കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസിന്റെ നീക്കം. ഞായറാഴ്ച വൈകുന്നേരമാണ് കനകമ്മ കൊല്ലപ്പെട്ടത്. പക്ഷേ മരണവിവരം തിങ്കളാഴ്ച രാവിലെ മാത്രമാണ് നാട്ടുകാർ അറിയുന്നത്. പ്രതിയായ മകൻ കൃഷ്ണദാസ് തന്നെയാണ് രാവിലെ പ്രദേശത്തെ CPI നേതാവിനെ വിളിച്ച് അമ്മയെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞത്. പോലീസ് എത്തിയപ്പോൾ മൃതദേഹം കിടപ്പുമുറിയിലെ കിടക്കയിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലായിരുന്നു. കട്ടിലിലും മുറിയിലും ബലപ്രയോഗത്തിന്റെ പാടുകളുണ്ടായിരുന്നു. പിന്നാലെ പോലീസ് മകനായ പ്രതി കൃഷ്ണദാസിനെ സമീപത്തെ ചായക്കടയിൽ നിന്ന് പിടികൂടി. ഒരു കൂസലുമില്ലാതെ ചായക്കടയിൽ ഇരിക്കുകയായിരുന്നു പ്രതി. കനകമ്മയും മകനും തർക്കം പതിവായിരുന്നുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോയതിന് കാരണം കനകമ്മയാണെന്ന് ആരോപിച്ചായിരുന്നു പലപ്പോഴും തർക്കം. ഭാര്യയെ തിരികെ കൊണ്ടുവരാനും കൃഷ്ണദാസ് ആഗ്രഹിച്ചിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. വീട്ടിൽ മകനുമായുള്ള തർക്കം പതിവായതോടെ വീട് വിട്ട് കനകമ്മ ബന്ധുവീടുകളിൽ മാറി മാറി താമസിച്ചു വരികയായിരുന്നു. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് കനകമ്മയെ കൃഷ്ണദാസ് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നത്. അമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി വിറ്റ് പണം തനിക്ക് തരണമെന്ന് കൃഷ്ണദാസ് ആവശ്യപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് കുറച്ചു ദിവസങ്ങളായി ചില തർക്കങ്ങൾ ഇവർ തമ്മിൽ ഉണ്ടായിരുന്നതായും അത് പരിഹരിച്ച് തിങ്കളാഴ്ച ഭൂമിയുടെ വിൽപ്പനയ്ക്കായുള്ള എഴുത്തുകുത്തുകൾ നടക്കുകയുമാണെന്ന് സഹോദരനെ കനകമ്മ വിളിച്ചറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷം ഇത് സംബന്ധിച്ച് ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കമുണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. കൃഷ്ണദാസിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താലേ സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്ന് പോലീസ് പറഞ്ഞു. വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലീസ് സർജന്റെ നേതൃത്വത്തിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിൽ കനകമ്മയുടെ കഴുത്തിന്റെ അസ്ഥികൾക്ക് പൊട്ടലുണ്ടായതായും വാരിയെല്ലുകൾ ഒടിഞ്ഞ് കരൾ, ശ്വാസകോശം എന്നിവയിൽ തറച്ചു കയറി ഗുരുതര മുറിവേറ്റതായും തലയിലേറ്റ ശക്തമായ അടിയിൽ ആന്തരിക രക്തസ്രാവം ഉണ്ടായതായും കണ്ടെത്തിയിട്ടുണ്ട്. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.